രണ്ട് കരം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കഴിഞ്ഞ ആൾ ഇവരടുത്ത് വെച്ച് ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു പ്രധാന ഒരു ആളെ എന്നെ അടുത്ത് കൊണ്ടു. അപ്പോൾ ആളുടെ മകനുണ്ട്, വേറെ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത വളരെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, അച്ഛാ ഞാൻ ഇങ്ങനെ ഈ മനുഷ്യനോട് രോഗിയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഒന്നുകൊണ്ട് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒത്തിരി തിരക്കുള്ള ആളെ എനിക്കറിയാം, ഇങ്ങനെയുള്ള ആളാണ്, നമ്മൾ കൂടുതലൊന്നും എനിക്ക് അപ്പം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം മോനൊക്കെ പറഞ്ഞു, അപ്പം പ്രാർത്ഥിക്കാറുണ്ട് അച്ഛാ. 1 മിനിറ്റ്, 1 മിനിറ്റ് 2 മിനിറ്റത്തെ പ്രയറാണ് എൻ്റെ അപ്പനോട്. പ്രൈസ് ദി ലോർഡ്. ആൾ രാഷ്ട്രീയ മേഖലയ്ക്കുള്ളൊരു ഒരു VIP ആളാണ്. അപ്പം എനിക്ക് ചിരി വന്നു. അപ്പം ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, ഒരു മിനിമം 1/2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും, വഴി തെളിഞ്ഞു കിട്ടും. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ ഒത്തിരി നല്ല പ്രവർത്തികളും പുണ്യപ്രവർത്തികളും സമൂഹ പ്രവർത്തനമൊക്കെ ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥന, ദൈവബന്ധം കുറഞ്ഞു. അപ്പം അതിൻ്റെ ഒത്തിരി ഷബിളിങ്ങും പ്രശ്നങ്ങളും കൊണ്ട് നിറയാണ്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയുടെ ജീവിതം, ദൈവമുണ്ട്. അതാണ് ശരിക്കും ഈ പ്രാർത്ഥിക്കുന്നതിനോ ദൈവം എന്നൊരാൾ ഉണ്ട് എന്ന് ബോധ്യം കിട്ടുന്ന ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. കണക്കരെ ഞാൻ കാണാറുണ്ട്. ചില രോഗികളായ കുഞ്ഞുങ്ങളെയും കൊണ്ട് പേരൻസ് വരും, രോഗികളായ മാതാപിതാക്കളെയും കൊണ്ട് വരും, ആളുകൾ വരും. എന്നിട്ട് അവർ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ അപ്പനല്ല അമ്മ ഇവരിങ്ങനെ ദിവികാനത്തിന് മുമ്പിൽ ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ചിലപ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ അവരുടെ വേദന മുഴുവൻ പറയും. ഇതിന് ശേഷമായിരിക്കും മിക്കവാറും ഇവർ എൻ്റെ അടുത്ത് ഈ ആളെ കൊണ്ടുവരും പ്രാർത്ഥിക്കും. അപ്പം എനിക്കറിയാമേ, തലോട് കൈവെക്കുമ്പോഴേ കർത്താവിൻ്റെ കരുണ അവരിലേക്ക് ഒഴുകപ്പെടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരെ സുഖപ്പെടുത്തി പറഞ്ഞേക്കും ഞാൻ കണ്ടിട്ടുണ്ട്. കൈയടിച്ച് കർത്താവ് അവരെ സ്തുതിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 2 മാസം മുമ്പ് ഞങ്ങൾക്ക് വിദേശത്തു നിന്നൊരു ചെറുപ്പക്കാരൻ, ഒരു 35 വയസ്സ് പ്രായം കാണുമായിരിക്കും. എൻ്റെ കുട്ടിക്ക് രോഗിയാണ്, രോഗമുള്ള കുഞ്ഞാണ്. രോഗമുള്ള കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് തലേദിവസം വന്നു, വാവിട്ട് കരയുക, അച്ഛാ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിന് രോഗം, രക്ഷയില്ല അച്ഛൻ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ വീണ്ടും പുള്ളി ഒന്നുകൂടെ പ്രാർത്ഥിക്കുക അച്ഛാ. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. അതുപോലെ തൃപ്തിയായിട്ടില്ല, എനിക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നാളത്തെ ആദ്യ ശനിയാഴ്ച പ്രയർ മൊത്തം ഇത് പ്രാർത്ഥിക്കും, അവസാനം എന്നെ കണ്ട് പ്രാർത്ഥിക്കും. ശരിക്കും ഞാനത് പറയുന്നത് വെച്ചാൽ അവരത്രയും, എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, ഇവരത്രയും നേരം ഒന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണേ. പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന. അതിനുവേണ്ടി ഞാൻ ഇരുത്തു ഇതുങ്ങൾ. അപ്പോൾ ഇതുങ്ങൾ ഇവൻ വിഷമമുണ്ട്, നല്ല വിഷമം ഞാൻ കാണുന്നുണ്ടോ, എൻ്റെ മുഖത്തങ്ങ് കരയാണ്, അവന് വേദന കൊണ്ട് പൊള്ളുക. അവൻ ഞാൻ പറഞ്ഞു, ഈശോടത്ത് പ്രാർത്ഥിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു നിമിഷം ഇവർക്കെല്ലാം ചിന്തിച്ചു പോകും, ഞങ്ങളാണ് സൗഖ്യം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളല്ല സൗഖ്യം കൊടുക്കുന്നത്. നിങ്ങൾ കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് ഞങ്ങളെ ഒരു ഉപകരണമാക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം ഞങ്ങളെ ഒരു ചെറിയൊരു ഉപകരണമാക്കുന്നു മാത്രമേ ഉള്ളൂ. ശരിക്കും സൗഖ്യം നൽകുന്നത് കർത്താവാണ്. മാത്രമല്ല, സൗഖ്യം നമുക്ക് തരാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ മാത്രമാണല്ലോ സൗഖ്യദായകൻ, ഡിവൈൻ ഹീലർ. അവൻ മാത്രമാണ്. കൈയടിച്ച് കർത്താവ് എന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി അടിച്ചേ, ഒറ്റ വിളി, ഈശോയെന്ന് വിളിച്ചേ മക്കളെ, നന്നായിട്ട് വിളിച്ച്, ഈശോയെന്ന് വിളിച്ചേ, ഈശോയെന്ന് വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇവന് അന്ന് രാത്രി മുഴുവൻ അന്ന് പിറ്റേ ദിവസം രാവിലെ വന്ന് കൊച്ചുമായിട്ട് വന്നിരുന്ന വിഷമിച്ച് രോഗിയെ കുഞ്ഞും കൊണ്ട് പ്രാർത്ഥിക്കും. പ്രേരണ അവസാനം അവൻ എൻ്റെ അടുത്ത് പ്രാർത്ഥന മേടിച്ചു. പക്ഷേ പിന്നെ പ്രാർത്ഥന മേടിച്ചെന്ന് അവരുടെ സ്നേഹിതർ പറഞ്ഞു. പക്ഷെ ഞാൻ ഓർക്കുന്നൊന്നുമില്ല, തിരക്കായിരുന്നു. പക്ഷെ പിന്നീട് 1 മാസം കഴിഞ്ഞപ്പോൾ അവന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നേ. അവരുടെ സ്നേഹിതരോട് എന്നെ അറിയിച്ച്, അതായത് അച്ഛാ, ഞങ്ങളുടെ കുഞ്ഞിന് നല്ല സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ കരുണയോട് കഥ. അപ്പം എനിക്ക് മനസ്സിലായത്, ഇവർ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു, പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ബൈബിളിൽ പ്രാർത്ഥന ചിലപ്പം ദൈവം കേൾക്കാതെ പോകാൻ സാധ്യതയുള്ളത് ബൈബിളിൽ പറയുന്നത് യെശയ്യാ 59, 1, 2, 3 വചനമാണ്. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ട്, കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാനസം, എന്നാൽ നിന്റെ പാപങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്, അതിനാൽ അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല.
ശ്രമപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ശ്രദ്ധപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതായത് അനുതാപമില്ലാതെ ദൈവത്തെ കേൾക്കാതെ ദൈവത്തെ കേൾപ്പിക്കാൻ പോകരുത്. കേൾക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കേൾക്കാതെ ദൈവത്തെ കേൾപ്പിക്കാൻ പോകരുത്. ദൈവത്തെ കേൾക്കാതെ അനുസരിക്കാതെ ദൈവത്തെ കേൾപ്പിക്കുക, അതാണ് കേൾപ്പിക്കാൻ പോകുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന പ്രശ്നം. അതാ ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 29-30 വചനം. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വെള്ള വസ്ത്രം പറയാണ്, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തിൽ കാണപ്പെട്ടു. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അത് ഈശോ എന്തിന് ഈ പത്രോസ്, യാക്കോബ്, യോഹന്നാനെ മാത്രം വിളിച്ചുകൊണ്ട് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. ആ കൂട്ടത്തിൽ 12 പേരിൽ ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പത്രോസ്, ബാക്കിയുള്ളവരൊക്കെ പിന്നീടാണ് ശരിക്കും പ്രയറൊക്കെ തുടങ്ങുന്നത്. ഇത് ആദ്യം ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്ന പത്രോസോ യാക്കോബോ ഇവർക്ക് പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രയർ പ്രാർത്ഥിക്കുന്നവർ കൂടെ. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ മുഖം മാറും. ശരിക്കും പ്രാർത്ഥിക്കുന്നവന് മാറ്റം ഉണ്ടാവും. ദൈവത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. ദൈവം സംസാരിച്ചാലും മാറ്റം ഉണ്ടാവും. യാതൊരു മാറ്റം, അതായത് 100% ഉറപ്പുള്ള കാര്യമാണത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പം നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ 10, 30, 40 വർഷമൊക്കെ ധ്യാനവും പരിപാടിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ഞാൻ കണ്ടുകൊണ്ട് മാറ്റമൊന്നുമില്ല. ചിലർ മാറ്റം കാണുന്നില്ല. കാരണം എന്താണ്? എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എന്തോക്കെ ചെയ്ത് തീർക്കുകയാണ്. ഇത്ര കൊന്തയില്ലോ അല്ല ഇത്ര പ്രാർത്ഥനയൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സംസാരം, ഒരു ബന്ധം, ഒരു സംസാരം, കോൺവെർസേഷൻ ഇല്ല. തുറന്ന് സംസാരിക്കുന്നില്ല, ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് അണക്കരയിലുണ്ടായൊരു വലിയൊരു മിറക്കിളുണ്ട്. അതായത് ഞാനതൊന്ന് ധ്യാനം നടത്തുന്നത് എൻ്റെ രൂപതയുടെ തന്നെ അവിടെ ഒരു പാസ് സെൻ്റർ ഉണ്ടായിരുന്നു. അവിടെ നടത്തിയിട്ട് അവസാനത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് ഇവരെല്ലാം കൂടെ ഈ ചെറിയൊരു ഷെഡിലോട്ട്, അണക്കരയുള്ള അന്നത്തെ ചെറിയൊരു ഷെഡിലോട്ട് കൊണ്ടുപോയി. ഒരു 250 പേര് മാക്സിമം കാണുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിലൊരു അമ്മയാണ്, ഒരു കുഞ്ഞുമായിട്ട്, ഒരു 3.5-4 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്തിട്ട് 1-2 ഓപ്പറേഷൻ ചെയ്തു. എന്തൊരു സീരിയസായ പ്രശ്നം ജന്മനാ ഉള്ളത്. അപ്പോൾ അതുവഴി ഒന്നും കൊച്ച് സൗഖ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ കൊച്ച് മരിച്ചു പോകുന്ന അവസ്ഥ. പിന്നെ ഈ ഒരു പാവപ്പെട്ട ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബമായിട്ട് ഈ ഡോക്ടർ പറഞ്ഞു ഇനി ചികിത്സിച്ചിട്ട് കാര്യമൊന്നുമില്ല, ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ വേദനയോടെ, അപ്പോൾ ഈ കൊച്ചിനെ, പക്ഷേ ഈ അമ്മയ്ക്ക് കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും, അതുപോലെ സ്നേഹം. അപ്പോൾ ഈ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് അമ്മ ഈ ധ്യാനം മുഴുവൻ കൂടിയേ. അപ്പോൾ ധ്യാനം കൂടുന്ന ദിവസങ്ങളിൽ അമ്മ ചെയ്ത കാര്യം, ഇടയ്ക്ക് ഈ കുട്ടീനെ ഒരു യുവതിയുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ ആ യുവതി പിന്നീട് ഞങ്ങളോട് പറയുന്നുണ്ട്, ഈ കുട്ടി കൈ കിടക്കും, പേടി വരുത്, ഇപ്പം മരിച്ചു പോകുന്നു. കാരണം ശ്വാസം എടുക്കുന്ന ഇങ്ങനെ അന്ധശ്വാസം എടുക്കുന്ന പോലെ എടുക്കുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടി എടുക്കുന്നു. ഇപ്പം മരിച്ചു പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ ഈ അമ്മയ്ക്ക് ഒരു ഇത് കൊച്ചിന് ഭയങ്കര ക്ഷീണവും ഇതാണ്. അപ്പോൾ ധ്യാനം കൂടിയത് ഒറ്റ ലക്ഷ്യം, ഈ അമ്മ തൻ്റെ കുഞ്ഞ് സുഖപ്പെടണം. അപ്പം ഞാനിങ്ങനെ, അപ്പോൾ ഈ അവിടെ ധ്യാനത്തിൻ്റെ 3 ദിവസം ഞങ്ങൾ പാസ്റ്ററിൻ്റെ 3-4 ദിവസം നടത്തിയിട്ട് അവസാനത്തെ ദിവസം അപ്പുറത്തോട്ട് കൊണ്ട് അവിടെ ഉച്ചയ്ക്കുള്ള സമയത്ത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ആരാധന നടക്കും. അപ്പോൾ ആരാധന സമയത്ത് നടക്കുന്നത് ഈശോയ്ക്ക് കുറേ സന്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നു. അതെല്ലാം വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ അവിടെ ഒരു മുറിയിലോട്ട് ചെന്നപ്പോഴത്തേക്കും ഈ അമ്മയെ കുട്ടിയെയും കൊണ്ട് കാറിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, അച്ഛാ എൻ്റെ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, മോളെ എന്താ സംഭവിച്ചത്? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവൾ പറയുകയാണ്, അച്ഛാ എൻ്റെ കുഞ്ഞിന് മാരക രോഗമായിരുന്നു. അപ്പം ഞാൻ ഈ കൊച്ചിനെ നിലത്തിങ്ങനെ കിടത്തിയിട്ട് അതിനടുത്ത് തന്നെ കരയുക. അപ്പം അച്ഛനിങ്ങനെ ആരാധനയും പ്രാർത്ഥന നടന്നുണ്ട്, സന്ദേശങ്ങൾ, പക്ഷേ എൻ്റെ പേരോ എൻ്റെ കുട്ടിയുടെ പേരോ ഒന്നും അച്ഛൻ പറയുന്നില്ല. അപ്പോൾ ഒരു നിമിഷം ഞാൻ ശരിക്കും കുർബാനയോട് നോക്കിയിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എന്താ നീ എൻ്റെ കാര്യത്തിൽ മാത്രം എന്താ നീ ഒന്നും മിണ്ടാത്തത്? നീ എൻ്റെ കുഞ്ഞിനെ എന്നെ സുഖപ്പെടുത്താത്തത്? എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വാവിട്ട് ഞാൻ കരഞ്ഞച്ച. ഈ കരഞ്ഞിട്ട് നോക്കുമ്പോൾ ആ സമയത്ത് ഈ കൊച്ച് നിലത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു നോക്കും, പെട്ടെന്ന് ഈ കൊച്ച് നിലത്ത് കിടന്ന കൊച്ച് പെട്ടെന്ന് ഉണർന്നപ്പോഴത്തേക്ക് ഞാൻ ചാടിയെടുത്തു. സാധാരണ എന്നോട് പറഞ്ഞു, അച്ഛാ ആ എടുക്കുന്ന സമയത്താണ് ഈ കുട്ടിക്ക് ഏറ്റവും കൊണ്ട് അസ്വസ്ഥത കാണിക്കുന്നത്, ഉണർന്ന സമയത്ത്. പക്ഷെ ഞാൻ എടുത്തിട്ട് നോക്കുമ്പോൾ അച്ഛാ സാധാരണ ആളുകൾ ശ്വാസം വലിക്കുന്ന പോലെ തന്നെ എൻ്റെ കുട്ടി ശ്വാസം വലിക്കുന്നത് ഞാൻ കാണുക. അപ്പം ഞാൻ പറഞ്ഞു, നീ പോയി ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ട്
നീ എനിക്ക് എൻ്റെ റിപ്പോർട്ട് തരണം, നമുക്ക് നോക്കാം. കർത്താവ് ഇടപെട്ടതായിരിക്കും. കാരണം നീ കരഞ്ഞിട്ടുണ്ട്, നീ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടിട്ടുണ്ട്, ദൈവം കേട്ടു. ഞാൻ ഒരു കാര്യമേ ഈ ദിവസങ്ങൾ പറയുള്ളൂ, മക്കളെ, ദൈവം കേൾക്കാൻ തക്കവണ്ണം നീ പ്രാർത്ഥിക്കണം. ദൈവം കേൾക്കാൻ തക്കവണ്ണം നിനക്ക് പ്രാർത്ഥിക്കണം. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, ദൈവം കേൾക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാൻ നിനക്ക് യോഗ്യത ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കാറ്റേട്ടപ്പെടണം. എൻ്റെ മകൾ പോയി, എനിക്ക് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആളുടെ ഹസ്ബൻഡും ഒക്കെ കൂടി എൻ്റെ അടുത്തൊന്ന് വെച്ചാൽ കുഞ്ഞ് സൗഖ്യപ്പെട്ടു. ഡോക്ടർ പറഞ്ഞിങ്ങനെയാണ്, ഈ കൊച്ചിൻ്റെ ഹാർട്ടിൽ ഒരു കുഴപ്പമില്ല, പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടതാണോ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിയത്. ഞാൻ ഈ ആലുവ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, തിയോളജി കാലം കഴിഞ്ഞ ശേഷം മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങളുടെ സാറിന് രാത്രി കിടന്നുറങ്ങുന്നത് 10:30 സമയത്തായിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര പ്രാർത്ഥിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ചിലപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ ഞാൻ അവിടുത്തെ ചെറിയൊരു ചാപ്പലുണ്ട്, ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് തന്നെ ഒരു മേരിമാതാ ചാപ്പൽ എന്ന് പറയും. അപ്പോൾ അവിടെ കയറി ഞാൻ പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഒരു 11, 11:30, 12. അപ്പം ഞാൻ പലപ്പോഴും 12 വരെ ഇരിക്കും. ഇരിക്കുന്നതിൻ്റെ കാരണം കുറേ ചമ്മാച്ചന്മാരെല്ലാം പള്ളി കാണുക, എല്ലാവരും ഒന്ന് പോയിട്ട് ഒറ്റയ്ക്ക് കുറച്ച് ഇരിക്കണം. എല്ലാവരും പോയിട്ട് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. ചിലപ്പോൾ ഒരു 10 മിനിറ്റും 15 മിനിറ്റും 20 മിനിറ്റും ഒക്കെ കിട്ടും. അങ്ങനെ അപ്പം അത് കഴിയുമ്പോൾ എനിക്ക് തൃപ്തിയാകണമെങ്കിൽ എല്ലാവരും മാറിയിട്ട് തനിച്ചിരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കണം. അവിടെ വെച്ച ദൈവം എനിക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം തന്നതാണ്. പ്രിസ്ലോഷ് ഇന്ന് ശുശ്രൂഷിക്കെന്നെ ഇവിടെ നിർത്തിയതിൻ്റെ പിന്നിലെ രഹസ്യം അവിടെ നിന്ന് കിട്ടുന്നതാണ്. അവിടെ വെച്ചാൽ ചോദിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നത് വലിയ വലിയ കാര്യങ്ങളും ക്ലാസ്സുകൾ കേൾക്കുന്നേക്കാളും നല്ലതേ പ്രാർത്ഥനയും തുടങ്ങിയാൽ മതി. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവം തന്നുകൊള്ളും. പ്രിസ്ലോഷ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നെ ഇടപെട്ടിരിക്കും. എല്ലാ പ്രശ്നത്തിലും കർത്താവ് ഇടപെട്ട് കൈയടിച്ച് കർത്താവ് എന്ന് പറഞ്ഞ് യേശുവെ സ്തുതിക്കുന്നു. 2 കരം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പലപ്പോഴും ജപമാല ചൊല്ലുമ്പോൾ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കലാണ്. ഏതെങ്കിലും വിശുദ്ധൻ്റെ മധ്യസ്ഥം തേടുമ്പോൾ ആ വിശുദ്ധനെയും കൂടെ കൂട്ടുപിടിക്കണം. എനിക്ക് യോഗ്യതയില്ല കർത്താവിനോട് എല്ലാ കാര്യവും പറയാൻ. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കുറവുകൾ കാരണം ചിലപ്പോൾ ആ ഗ്രേസിന് ഇങ്ങോട്ട് ഒഴുകാൻ തടസ്സമുണ്ടാവും. അതുകൊണ്ട് സഭയിൽ ഏറ്റവും യോഗ്യതയുള്ള വിശുദ്ധാത്മാക്കളെ കൂട്ടുപിടിക്കുക. അവരുടെ കൂടെ ഇരുന്ന് ദൈവത്തോട് എൻ്റെ വിഷമങ്ങളും എൻ്റെ പരാതികളും പരിഭവങ്ങളും സംസാരിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. പ്രസ്തലോഷം വിശുദ്ധരുടെ മധ്യസ്ഥ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ, അമ്മയോട് കൂടെ ഇരുന്നുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കണം, ഞാൻ കൂടി പ്രാർത്ഥിക്കണം, എല്ലാം പ്രാർത്ഥിക്കണം. നോക്കി അവിടെ പോലും നമ്മൾ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അമ്മയെ അപേക്ഷിക്കണം. അമ്മയോട് കൂടെ ഇരുന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ജപമാല. പ്രസ്തലോഷം സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓരോ മക്കളിലെ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥിച്ചാൽ അത്ഭുതം ഉണ്ടാവും. ഇവിടെ വചനമുണ്ട്, പ്രാർത്ഥിച്ചാൽ അത്ഭുതം ഉണ്ടാവും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു. 2 കരം എടുത്ത് ഒരു ഹല്ലേലൂയ പറയാമോ? ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 31 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തലന്മാരെ ഈ യഹൂദര് ബന്ധിച്ചുകൊണ്ട് പോവുകയും അവരെ കുറേ പീഡിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തിട്ട് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അവരെല്ലാവരും ഒരു വലിയ സമൂഹത്തെ ഒരുമിച്ച് അവർ ഉപദ്രവിക്കുന്നുണ്ട്. അതിനുശേഷം അതിനുശേഷം ഇവർ വിഷമിച്ച് ഇവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് കുറേ നേരം പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ പ്രാർത്ഥന അവസാനം ഇങ്ങനെയാണ് അവർ പറയുന്നത്, അതിനാൽ കർത്താവേ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം സംസാരിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാം ദൈവത്തോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ മാറ്റം ഉണ്ടായി, അത്ഭുതം ഉണ്ടായി. ശരിക്കും പ്രാർത്ഥന കഴിയുമ്പോൾ അത്ഭുതം ഉണ്ടാകേണ്ടത്. ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം നീ പ്രാർത്ഥിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന,
നമ്മൾ കുടുംബങ്ങളിൽ പഠിക്കേണ്ടത്, കുടുംബം പ്രാർത്ഥന പഠിക്കണം. മാതാപിതാക്കൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അവിടെ ചില കുടുംബങ്ങൾ നല്ല മക്കൾ നല്ലോണം, നമ്മുടെയൊക്കെ പേരൻസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാവേ, അവർ തനിച്ച് രാത്രി 3 മണിക്ക് നമ്മളോടൊന്നും പറയുന്നില്ല, മക്കൾ കിടന്നുറങ്ങിക്കോ. പക്ഷേ അവർ ചില സമയത്ത് എഴുന്നേക്കും. അവർക്ക് ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് എഴുന്നേറ്റിട്ട് ഇവരൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മളൊന്ന് എഴുന്നേറ്റ് നോക്കിയിട്ട് നമുക്ക് പറ്റത്തില്ല, നമ്മൾ ബോധം കെട്ടിറങ്ങിപ്പോകും. പക്ഷേ നമ്മൾ ബോധം കെട്ടിറങ്ങിയാൽ അവർ ബോധം കെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പക്ഷേ അത് നമുക്കൊരു വെളിച്ചമായി. പിന്നീട് നമ്മളെല്ലാം ചെയ്യുന്നത് അവർ ചെയ്ത പോലെ ഇപ്പം നമ്മൾ ചെയ്തു തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ സഭയുണ്ടായത് ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പെന്തക്കോസ്ത് അനുഭവം സഭയിലുണ്ടായത് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ക്ലാസ്സുകൾ കേൾക്കുക എന്നതിനേക്കാളുപരി കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുക. അതാണ് ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാകാൻ പോകുന്നത്. അതിനുവേണ്ടി എളിമപ്പെട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്താണോ അത് മുഴുവൻ എടുത്ത് കളയുക. കൈയടിച്ച് കർത്താവ് പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു. ഉച്ചത്തിൽ നന്നായിട്ട് കടിച്ച് നന്നായിട്ട് 2 കരം പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ ആരാധന. അണക്കരയിൽ ഒരുപാട് ഹീലിംഗ് നടക്കുന്നത് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഈ ആദ്യ ശനിയാഴ്ച ദിവസം 25,000-ലധികം ആളുകളെങ്കിലും വരും, വലിയൊരു ജനാവലി വരും. വന്നിട്ട് ഇവർ മുഴുവൻ ഇരുന്ന് ഉപവാസിച്ച് പ്രാർത്ഥിക്കാം ഫുൾ ടൈം. ഒരു 8 മണിക്കൂർ, 9, 10 മണിക്കൂർ, 12 മണിക്കൂർ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രയറില്ല. ഈ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, അവിടെ കയറി നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവജനത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നത് കാണാം, ഹീലിംഗ് ഉണ്ടാകുന്ന കാണാൻ പറ്റും. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ നസ്രത്തിലെ ആ ചെറിയ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാലാഹ ആ മുറിയിലോട്ട് കയറി വരുന്നത്, പരിശുദ്ധാത്മാവ് അവളിലേക്ക് വരുന്നത്, ദൈവകൃപ ഒഴുകുന്നത്. ഒരു കാര്യം ഉറപ്പുണ്ട് കേട്ടോ, ഇവിടെ ഒരു കാര്യം ഞാൻ പറയും, അത്യാവശ്യമുണ്ട്. പലർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്തൊക്കെ അസ്വസ്ഥതകൾ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് വരുന്നത് എന്തും അതിനെ ഞാൻ പറയും, അതാണ് പിശാച്. വസ്തു ചിലപ്പോൾ ഒരു പിശാചായിട്ട് മാറാം, സ്ഥാനമാനം പിശാച്, ചില ജോലികൾ പിശാചാം. പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നത് എന്തും അത് പൈശാചിക ശക്തി. പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒറ്റ വിളിച്ച് യേശുവേ വിളിച്ച് 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 ശക്തമായിട്ട് വിളിച്ച് യേശുവേ വിളിച്ച് ബന്ധനം മൊത്തം അടിയട്ടെ, യേശു നാമത്തഴിയട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു. സ്വരം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ചരിത്രം പഠിക്കുമ്പം കാണാവേ, ഈ ജോൺ മരിയ വിയാനി പുണ്യവാളന് പ്രാർത്ഥനയുടെ മനുഷ്യന്, ജപമാലമുണ്ട്, പ്രാർത്ഥിക്കും മിച്ചോളം സമയം. ഒരിക്കൽ ഒരു മെത്രാൻ വന്നിട്ട് പറഞ്ഞു, പിതാവേ അല്ല അച്ഛനെ എനിക്ക് ഇപ്പം കാണണം, അച്ഛനോട് സംസാരി എന്നൊരു കാര്യത്തിന് വേണ്ടി വന്നേ. അപ്പം ഈ അച്ഛൻ പറഞ്ഞു, അപ്പം ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിച്ചു കൊടുക്കുക, അത് തീർന്നിട്ട് ഞാൻ വരാം, തീരട്ടെ, അല്ലാതെ അവിടുന്ന് പറയാതെ എനിക്ക് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വരും പോലും, അപ്പം അതിനേക്കാളും മുകളിൽ നിന്നുകൊണ്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കാനായിട്ട് പറ്റുന്ന, അതാണ് പ്രയർ. പ്രാർത്ഥനയാണ്. വിശുദ്ധരുടെ ചരിത്രം പഠിച്ചു, എല്ലാം പ്രാർത്ഥനയാണ്. വിശുദ്ധ അന്തോനീസിൻ്റെ ചരിത്രം പഠിച്ചു, എല്ലാവരും പ്രയറിൻ്റെ ആൾക്കാരാണ്. പ്രാർത്ഥന നമുക്കിന്ന് കുറഞ്ഞുകൊണ്ട് ഈ വ്യക്തിപരമായ പേഴ്സണൽ പ്രയർ, തനിച്ചിരുന്ന് ദൈവത്തോട് എൻ്റെ വിഷമങ്ങളും എൻ്റെ കുറ്റങ്ങളും എൻ്റെ വേദനകളും എൻ്റെ മുറിവുകളും എൻ്റെ തകർച്ചകളും എല്ലാം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം കാണാം ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. കൈയടിച്ച് കർത്താവ് പറഞ്ഞ യേശുവേ സ്തുതിക്ക്. നമുക്കറിയാം, ഏലിയ പ്രവാചകൻ കാർമൽ മലയുടെ മുകളിൽ വലിയൊരു ബലിയർപ്പണം നടന്നുണ്ട്. ബലിയർപ്പണം കഴിയുമ്പോൾ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും ബലിപീഠവും എല്ലാം ദഹിപ്പിച്ച് ദഹന ബലി ഉണ്ടായി. അപ്പം അതിനുശേഷം ഈ ബാലിൻ്റെ പ്രവാചകന്മാരെ മുഴുവൻ തകർത്തുകളെന്ന് കാണാൻ പറ്റും. അപ്പം അതിനുശേഷം 3.5 വർഷമായിട്ട് ഇസ്രായേലിൽ മഴ പെയ്തിട്ടില്ല. 3.5 വർഷം മഴ പെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ, അവിടെ ഏലിയ ഇങ്ങനെ കമഴ്ന്ന് കിടന്നിട്ട്, നിലത്ത് തലമുട്ടിച്ച് കിടന്നിട്ട് ആളിരുന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് ഭൃത്യനോട് ചോദിക്കും,
നീ നോക്കിക്കേ, ആകാശത്ത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? വീണ്ടും അടുത്ത പ്രാവശ്യം വീണ്ടും പറയും, പോയി നോക്കിക്കേ. അങ്ങനെ 7 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ 7ാമത്തെ പ്രാവശ്യം വൃത്തി പറയും, ഇതേ അങ്ങ് കടലിൻ്റെ ഭാഗത്തായിട്ട് ഒരു കൈപ്പത്തിയുടെ മുഴുപ്പിൽ ഒരു കാർമേഘം ഉയരുന്നത് കാണുന്നുണ്ട്. ബൈബിൾ പറയുന്നുണ്ട്, നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം ആ മേഘങ്ങളെ തുളച്ച് കയറി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നു. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നേറ്റ് പറയാമോ? കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, നീതിമാൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് കയറി ദൈവസന്നിധിയിൽ എത്തുന്നു. ഒരിക്കൽ കൂടെ പറഞ്ഞേ, നീതിമാൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് കയറി ദൈവസന്നിധിയിൽ എത്തുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കും. ഉച്ചത്തിൽ നന്നാട് കൈയടിച്ച്. ഏലിയ ധീര്യവാനായിരുന്നു. ഏലിയ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു, വിശുദ്ധിയിൽ ജീവിച്ചു. ഒറ്റപ്പെട്ടു. ശരിക്കും നേരെ ചോദിച്ചപ്പോൾ അവൻ ഒറ്റപ്പെട്ടു പോയി. അവൻ ആരുമില്ല, അവനെ എല്ലാ ശത്രുക്കളാണ്. പക്ഷേ അവൻ്റെ കൂടെ 24 മണിക്കൂറും ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂട്ടത്തിൽ ദൈവമുണ്ടായിരിക്കും. പ്രാർത്ഥിക്കുന്നവനോട് ദൈവം സംസാരിക്കും, അവൻ ദൈവത്തോടും സംസാരിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കൾ. ഒന്നാമത്തെ ഉച്ചത്തിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അത് പ്രീസ്ലി പ്രയർ എന്ന് പറഞ്ഞു, പൗരോഹിത്യ പ്രാർത്ഥന എന്ന് വെച്ചാൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നിത്യപുരോഹിതനായ ഈശോ സഭയ്ക്ക് ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. മുഴുവൻ പ്രയർ, അങ്ങനെ നാമത്തിൽ എന്നെ അവരെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കണം, എല്ലാം ഈശോ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരാൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണെന്ന് അറിയുന്ന എപ്പോഴറിയാമോ? ആ വ്യക്തി ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം അവനോട് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ നീതിമാനാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ അവന് സംഭവിച്ചിട്ടുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വ്യക്തി.